പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നാലാമത്തെ പാഠമായ ഹരണ രീതികൾ. പുതിയ പാഠത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്താ പാഠത്തിന്റെ പേര്? ഹരണ രീതികൾ. ഇവിടെ നമ്മൾ ഹരിക്കാനും ഗുണിക്കാനും പഠിക്കാനും അല്ലെ. ഹരണ രീതി ഉപയോഗിച്ചിട്ട് തന്നെ ഗുണനത്തിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 20 മിഠായി 5 കുട്ടികൾക്ക് ഒരുപോലെ എങ്ങനെ വീതിച്ചു കൊടുക്കാം? അല്ലേ എന്താ ക്വസ്റ്റ്യൻ? 20 മിഠായി 5 കുട്ടികൾക്ക് ഒരുപോലെ എങ്ങനെ വീതിച്ച് കൊടുക്കാം? അപ്പൊ ഞാൻ ഇവിടെ ഒരു 5 കുട്ടികളെ കണ്ടോ? എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട്. 20 മിഠായി ഉണ്ട്. എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട് അല്ലേ. എന്താ പറഞ്ഞത്? ഒരുപോലെ എങ്ങനെ വീതിച്ചു കൊടുക്കാം അല്ലെ. ഒരുപോലെ എങ്ങനെ വീതിച്ചു കൊടുക്കാം. അപ്പൊ 1 വീതമാണെങ്കിൽ എന്താ? 5ന്റെ 1 മടങ്ങ് അല്ലേ. 5ന്റെ 1 മടങ്ങ് എങ്ങനെ എഴുതല്? 5 ഗുണിക്കണം 1 സമം 5 അല്ലേ. 1 വീതമാണെങ്കിൽ ഓരോ മിഠായി വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ 5ന്റെ 1 മടങ്ങ് അതെങ്ങനെ എഴുതുക? കണക്കില് 5 ഗുണിക്കണം 1 സമം എത്രയാ? 5ന്റെ ഗുണനം പഠിച്ചിരിക്കണം. 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാവർക്കും ഓരോരോ വീതം എന്ത് ചെയ്തു? മിഠായി. ഓക്കെ, എല്ലാവർക്കും എന്ത് കിട്ടി? ഓരോരോ വീതം അല്ലേ. ഓരോ വീതം ഒരു മിഠായി അല്ലേ. ഇവനൊരു മിഠായി, ഈ കുട്ടിക്ക് ഒരു മിഠായി, ഈ കുട്ടിക്ക് ഒരു മിഠായി, അതേപോലെ തന്നെ ഈ കുട്ടിക്കും ഒരു മിഠായി. 5ആൾക്ക് ചേർന്ന് എത്ര മിഠായി ആയി? 5 മിഠായി അല്ലേ. ഓരോരാൾക്ക് എത്ര വെച്ച് കൊടുത്തു? ഓരോരോ മിഠായി കൊടുക്കുമ്പോൾ എത്ര കിട്ടി? 5ആൾക്ക് 5 മിഠായി കിട്ടി അല്ലേ. ഇത് ഓരോന്ന് വീതം വെച്ചാ കൊടുത്തത്. ഇനി 2 വീതമാണെങ്കിലോ? 2 വീതമാണെങ്കിൽ 5ന്റെ എത്ര മടങ്ങായിരിക്കും? 5ന്റെ 2 മടങ്ങ്. എത്രയാ? 5ന്റെ 2 മടങ്ങ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതും? 5 ഗുണിക്കണം 2. എത്ര? 5 ഗുണിക്കണം 2 നമുക്കറിയാം. ഒരു 5 5. അപ്പൊ 2 എത്രയായിരിക്കും? 10. എത്രയാണ്? 10. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഒന്നും കൂടെ കൊടുത്തു അല്ലേ. ഒരു പ്രാവശ്യം കൂടെ ഓരോരോ മിഠായി വെച്ചിട്ട് ആർക്ക് കൊടുത്തു? ഈ 5 കുട്ടികൾക്ക് കൊടുത്തു. ഇപ്പൊ ഒരാൾക്ക് എത്ര മിഠായി ആയി? 1 2 അല്ലേ. 2 വീതം കൊടുക്കുമ്പോൾ 2 വീതം ഓരോരാൾക്കും 2 വീതം കൊടുക്കുമ്പോൾ എത്ര ടോട്ടൽ മിഠായി ആയി? 10 മിഠായി അല്ലേ. 1 വീതം കൊടുക്കുമ്പോൾ 5 ആണ്. 2 വീതം കൊടുക്കുമ്പോഴോ? 2 വീതം കൊടുക്കുമ്പോൾ ടോട്ടൽ എത്ര മിഠായി ആയി? 10 മിഠായി ആയി. ഇനി 3 വീതമാണെങ്കിലോ? 3 വീതമാണെങ്കിൽ എത്രയായിരിക്കും പറഞ്ഞേ? 5ന്റെ 3 മടങ്ങ്. 5ന്റെ 3 മടങ്ങ് എത്രയാ? 5 ഗുണിക്കണം 3 അല്ലേ. 5 ഗുണിക്കണം 3 എത്രയായിരിക്കും? ഒരു 5 5, 2 5 10, 3 5 എത്രയാ? 15. 3 5 15. ഇതൊക്കെ ഒരാൾക്ക് 3 വീതം അല്ലേ. ഒരാൾക്ക് 3 വീതം കണ്ടോ? ഒരാൾക്ക് 3 വീതം എടുക്കും അല്ലേ. 3 വീതം എടുക്കുമ്പോൾ ടോട്ടൽ മിഠായിയുടെ എണ്ണം എത്രയായി? 15 അല്ലേ. ഒരാൾക്ക് 3 വീതം കൊടുക്കുമ്പോൾ ടോട്ടല് 15 മിഠായി അല്ലേ. ഇനി 4 വീതമാണെങ്കിലോ? 4 വീതമാണെങ്കിൽ 5ന്റെ എത്രയായിരിക്കും? 5ന്റെ 4 മടങ്ങ്. 5ന്റെ 4 മടങ്ങ് എങ്ങനെയാ? 5ന്റെ 4 മടങ്ങ് എഴുതുക? 5 ഗുണിക്കണം 4 അല്ലേ. 5ന്റെ 4 മടങ്ങ് എത്രയാ? 5 ഗുണിക്കണം 4. അല്ലെങ്കിൽ എന്ത് പറയാം? 5നെ 4 പ്രാവശ്യം കൂട്ടുക. മനസ്സിലായില്ലേ? 5നെ 4 പ്രാവശ്യം കൂട്ടുന്നതും 5നെ 4 കൊണ്ട് ഗുണിക്കുന്നതും സംഖ്യ ഒന്ന് തന്നെയായിട്ട്. നോക്കിയേ, 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 അല്ലേ. 5 5ന്റെ കഞ്ചു കൂട്ടിയ 10, 10ന്റെ കഞ്ചു കൂട്ടിയ 15, 15ന്റെ കഞ്ചു കൂട്ടിയ എത്ര? 20. ഇതിനെങ്ങനെ എഴുതാം? എത്ര 5 ഉണ്ട്? 1 2 3 4. 4 5 അപ്പൊ 5 ഗുണിക്കണം 4 എത്രയായിരിക്കും? ഈ കിട്ടുന്ന സംഖ്യ തന്നെയായിരിക്കും. ഇത് എത്ര കിട്ടിയത്?
20. അപ്പൊ ഇത് എത്ര തന്നെയായിരിക്കും? 20. മനസ്സിലായില്ലേ? അപ്പൊ 5ന്റെ 4 മടങ്ങ് എത്രയായിരിക്കും? 20 അല്ലേ? നോക്കിയേ, ഇനി നമുക്ക് മിഠായി വിധിക്കാം അല്ലേ? ഇപ്പൊ 3 വെച്ചിട്ടല്ലേ വിധിച്ചത്, പിന്നെ എത്രയാ? 4 വെച്ചിട്ട്. അപ്പൊ 1 ഇവിടെ വന്നു, ഇവിടെയും വന്നു, ഇവിടെയും വന്നു, ഇവിടെയും വന്നു, ഇവിടെയും വന്നു അല്ലേ? അപ്പൊ ഒരാൾക്ക് എത്ര മിഠായി ആയി? ഇപ്പോ 4 മിഠായി ആയി അല്ലേ? നോക്കിയേ, 5 ആളുണ്ട്, 5 ആൾക്കും ഓരോരാൾക്ക് 5 ആളിൽ ഓരോരാൾക്ക് എത്ര വീതം കിട്ടി? 4 മിഠായി വീതം കിട്ടി. നമ്മുടെ കയ്യിൽ എത്ര മിഠായി ഉണ്ടായിരുന്നത്? 20 മിഠായി ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഒരാൾക്ക് എത്ര വീതം കിട്ടി? 4 വീതം കിട്ടി അല്ലേ? തുല്യമായി വീതിക്കണം എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് തന്നെ തുല്യമായി നമ്മൾ വീതിച്ചു. അപ്പൊ ഒരാൾക്ക് എത്ര കിട്ടി? 4 എണ്ണം വീതം വെച്ച് കിട്ടി അല്ലേ? അപ്പൊ ടോട്ടൽ മിഠായി എത്രയായി? നോക്കിയേ, ടോട്ടൽ മിഠായി എത്രയായി? 4 അല്ലേ? 4 ഇവിടെയോ 8 12 16 20 അല്ലേ? അപ്പൊ 5 നോക്കിയാലോ? നോക്കിയേ, 5 10 15 20. മനസ്സിലായില്ലേ? അപ്പൊ നമ്മ ഓരോ കുട്ടിക്കും, എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട്. ആ 5 കുട്ടികൾക്കും എത്ര വീതം വെച്ച് കൊടുത്തു? 4 വീതം വെച്ച് കൊടുത്തു. അപ്പൊ 5ന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എഴുതി കണ്ടത് എന്ത് ചെയ്യണം? 5 ഗുണിക്കണം 4 ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ 5ന്റെ 1 മടങ്ങാണെങ്കിൽ 5 തന്നെ ആണെന്നില്ല, ഏത് സംഖ്യ ആണെങ്കിലും മടങ്ങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക ചെയ്യേണ്ടത്. അപ്പൊ 5ന്റെ 1 മടങ്ങ് എത്രയായിരിക്കും? 5. 5ന്റെ 2 മടങ്ങോ? 10. 5ന്റെ 3 മടങ്ങ് 15. 5ന്റെ 4 മടങ്ങോ? 20. എന്താ ചെയ്യേണ്ടത്? ഗുണിക്കുക ചെയ്യേണ്ടത് അല്ലേ? 5ന്റെ 1 മടങ്ങ് പറയുമ്പോൾ 5നെ 1 കൊണ്ട് ഗുണിക്കണം. 5ന്റെ 2 മടങ്ങ് പറയുമ്പോൾ 5നെ 2 കൊണ്ട് ഗുണിക്കണം. 5ന്റെ 3 മടങ്ങ് പറഞ്ഞാലോ 5നെ 3 കൊണ്ട് ഗുണിക്കണം. 5ന്റെ 4 മടങ്ങ് പറഞ്ഞാലോ 5നെ 4 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് വെച്ച് കാണുന്നത്? മടങ്ങ് വെച്ച് കാണുന്നത് അല്ലേ? ഞാൻ മടങ്ങ് വെച്ച് ചെയ്യുകയാണെങ്കിലോ നോക്കിയേ, 5ന്റെ എത്ര മടങ്ങാണ്? എത്ര മടങ്ങാണ് 20 അല്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20 എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, മടങ്ങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഗുണിക്കണ്ടേയാണ് അല്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20 അല്ലേ? ഇവിടെ നോക്ക്, 5ന്റെ എത്ര മടങ്ങാണ് 20 അല്ലേ? ഇവിടെ ഏതോ ഒരു സംഖ്യനെ കൊണ്ട് ഏതോ ഒരു സംഖ്യ 5 കൊണ്ട് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പൊ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 20 ഹരിക്കണം 5 ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? 20 ഹരിക്കണം 5 ചെയ്താൽ നമുക്ക് എത്ര മടങ്ങ് കിട്ടും? നമ്മൾ കണ്ടുപിടിച്ചിട്ട് നേരത്തെ എത്രയാ? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. ഇപ്പൊ വേറെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇപ്പം 6ന്റെ എത്ര മടങ്ങാണ് 30 അല്ലേ? 6ന്റെ എത്ര മടങ്ങാണ് 30 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 30നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? 6ന്റെ ഗുണത്തിൽ 30 ഉണ്ടോ? ഉണ്ടല്ലേ? 1 ഗുണിക്കണം 6 2 ഗുണിക്കണം 6 എത്രയാ? 12 3 ഗുണിക്കണം 6 18 4 ഗുണിക്കണം 6 24 5 ഗുണിക്കണം 6 എത്രയാണ്? 30. അപ്പൊ 6ന്റെ ഗുണിതത്തിൽ എന്ത് വരുന്നുണ്ട്? 30 വരുന്നുണ്ട്. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അല്ലേ? 5 ഗുണിക്കണം 6 30. അപ്പൊ 5 എവിടെ എഴുതണം? ഇവിടെ എഴുതണം. 5 ഗുണിക്കണം 6 എത്രയാണ്? 30. ഇനി എന്ത് ചെയ്യണം? കുറക്കണം അല്ലേ? 0 ന്ന് 0 കുറച്ചാൽ 0, 3 ന്ന് 3 കുറച്ചാൽ 0. ശിഷ്ടം 0 കിട്ടിയാൽ പിന്നെ അതിനേക്കാൾ അപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നിർത്തുക. അപ്പൊ അല്ലേ 30ന്റെ അല്ലെങ്കിൽ 6ന്റെ എത്ര മടങ്ങാണ് 30 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മടങ്ങാണ്? 5. അപ്പൊ ഇങ്ങനെ എഴുതാം, 6 ഗുണിക്കണം 5 സമം എത്രയാണ്? 30. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഭാഗവും ഹരണവും എന്നുള്ള ഒരു കോളത്തിലുണ്ട്, അതേപോലെ തന്നെ മടങ്ങും ഗുണനവും നൽകി ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചോ, 20നെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? അതുപോലെ നോക്കിയേ, 20നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20നെ ഹരിക്കണം 5 ചെയ്താൽ മതി.
മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ 20നെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും 20നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് എഴുതുന്നത്. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 20നെ 5 കൊണ്ട് ഹരിക്കുന്ന സംഖ്യ ആയിരിക്കും ഇതിന്റെ ഇവിടെ ഉത്തരമായിട്ട് വരിക അല്ലേ? അപ്പൊ 20നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 4 ഉത്തരം. ഇനി ഈടാക്കിക്കോളും മടങ്ങും ഗുണനും അല്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20 അല്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20? അതേപോലെ തന്നെ 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുന്നത് അല്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20 എന്ന് ചോദിച്ചാലും 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുന്നത് ചോദിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? കണക്കില് 5 ഗുണിക്കണം ഏത് സംഖ്യയാണോ സമം 20. ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനെയാ 5 ഗുണിക്കണം നമുക്ക് സംഖ്യ അറിയില്ല സമം 20. ഈ സംഖ്യ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഈ സംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എന്ത് ചെയ്താൽ മതി? ഇതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? 20നെ 5നെ കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ? 20നെ ഈ 5നെ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഇവിടത്തെ സംഖ്യ കിട്ടും അല്ലെ? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 4 അല്ലേ? ആ 4 ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 5 ഗുണിക്കണം 4 സമം എത്രയാണ്? 20. മനസ്സിലായില്ലേ? 5ന്റെ എത്ര മടങ്ങാണ് 20 എന്ന് വെച്ചാൽ ഉത്തരം എന്താ? 5ന്റെ 4 മടങ്ങാണ് എന്തെന്ന് 20. മനസ്സിലായല്ലോ? അപ്പൊ ഈ സംഖ്യ തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ ചെയ്യേണ്ടത്? 20നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഗുണനത്തിലും നമ്മൾ ഗുണനക്രിയയിലും സംഖ്യ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹരിക്കലുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഹരണ രീതി പലതരത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ ബേസിക് കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഈ പട്ടികയിൽ എഴുതുന്നത്? 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം കൊള്ളും അല്ലേ? 40 ലിറ്റർ വെള്ളം. എത്ര വെള്ളം? എത്ര ലിറ്ററാ? 40 ലിറ്റർ വെള്ളം ഒരേപോലുള്ള എത്ര കുപ്പികളിൽ നിറച്ചു? 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും അല്ലേ? ഒരേപോലത്തെ 8 കുപ്പികളുണ്ട് അല്ലേ? ഈ 8 കുപ്പിയിൽ എന്തെങ്കിൽ ഈ 40 ലിറ്റർ വെള്ളം നിറച്ചു. ഒരേപോലത്തെ കുപ്പികളാണ്, ഒരേ അളവുള്ള കുപ്പികളാണ്. അപ്പൊ ഈ 40 ലിറ്റർ ഇതിൽ നിറച്ചു. അപ്പൊ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ കൊള്ളുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് വ്യത്യസ്ത രീതികൾ നോക്കിയേ. 40നെ ഒരേപോലെയുള്ള 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? ഈ രീതിയിലും ചെയ്യാം. മനസ്സിലായില്ലേ? 40നെ ഒരേപോലെയുള്ള 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെയാ? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? മനസ്സിലായില്ലേ? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ അല്ലെങ്കിൽ ആ കിട്ടുന്ന ലിറ്റർ ആയിരിക്കും ഈ ഒരു കുപ്പിയിൽ കൊള്ളുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണക്ക് ഭാഷയിൽ എന്താ ചെയ്യല്? 40 ഹരിക്കണം 8. മനസ്സിലായില്ലേ? കണക്ക് ഭാഷയിൽ എങ്ങനെയാ ചെയ്യല്? 40 ഹരിക്കണം 8 അല്ലേ? 40നെ 8 കൊണ്ട് ഹരിക്കുക. എന്നാൽ ആ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ഈ കുപ്പിയിൽ ഉള്ള വെള്ളത്തിന്റെ അളവ്. മനസ്സിലായില്ലേ? അതേപോലെ വേറെ രീതിയിൽ എങ്ങനെ പറയാം? 8ന്റെ എത്ര മടങ്ങാണ് 40 അല്ലേ? 40നെ ഒരേപോലെയുള്ള 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? ഇത് മടങ്ങിൽ എങ്ങനെയാ പറയാ? 8ന്റെ എത്ര മടങ്ങാണ് 40? അതേപോലെ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്? ഇവിടെ നോക്കിയേ. 40നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്നാ ക്വസ്റ്റ്യൻ. അതിനെ നേരെ തിരിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത് 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്? അപ്പൊ ഇതിനെല്ലാം എങ്ങനെയാ ചെയ്യേണ്ടത്? കണക്ക് ഭാഷയിൽ ഈ രീതിയിലാണ് എഴുതുന്നത് അല്ലേ? 8 ഗുണിക്കണം ഏതാണോ സംഖ്യ ആ സംഖ്യ സമം 40. മനസ്സിലായില്ലേ? അപ്പൊ ഇതിങ്ങനെ എഴുതിയാലും എന്താ ചെയ്യേണ്ടത്? 40നെ അല്ലേ 8 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. എന്നാൽ ഇതിന്റെ ഉത്തരം കിട്ടും. എങ്ങനെയാ 40 8 കൊണ്ട് ഇരിക്കാൻ? നോക്കിയേ. 40 ഹരിക്കണം 8 അല്ലേ? 8ന്റെ ഗുണിതത്തില് 40 ഉണ്ടോന്ന് നോക്കുക. നോക്കിയേ. 1 8 8 അല്ലേ? 2 8 എത്രയാ? 2 8 16, 3 8 24, 4 8 32, 5 8 എത്രയാ? 5 8
40. അപ്പോൾ 8ന്റെ മൂലത്തിൽ 40 ഉണ്ട്. അപ്പോൾ ഈ 5 ആയിരിക്കും ഇവിടെ വരിക. മനസ്സിലായില്ലേ? അപ്പൊ 5 ഗുണിക്കണം 8 എന്ത് കിട്ടാൻ നമുക്ക് 40 കിട്ടും. മനസ്സിലായില്ലേ? ഇനി 0 ന്ന് 0 കുറക്കുക, 0 4 4 കുറച്ചാലും 0. അപ്പൊ ശിഷ്ടം 0 ആണ്. ഉത്തരം എത്രയാണ്? 5. മനസ്സിലായില്ലേ? അപ്പോ 8ന്റെ എത്ര മടങ്ങാണ് 40? 8ന്റെ അല്ലേ 5 മടങ്ങാണ് 40. അതേപോലെ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്? അല്ലേ 8നെ 5 കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുക. അതേപോലെ തന്നെ 8ന് ഏതോ ഒരു സംഖ്യ ഗുണിച്ച് നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. അപ്പൊ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? 8നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടും. ഇത് ഈ സംഖ്യ തരാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ 40നെ 8 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ കിട്ടും. മനസ്സിലായില്ലേ? അതേപോലെ ഇവിടെ 40നെ ഒരേപോലെ 8 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ഇതിനെല്ലാം ഒരേ രീതിയിൽ എങ്ങനെ ചെയ്യാം? കണക്ക് ഭാഷയിൽ 40 ഹരിക്കണം 8 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഈ രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യേണ്ടത്? 40 ഹരിക്കണം 8. ഇവിടെ സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടുന്നത്? അതിന് സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ 40നെ 8 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ കിട്ടും. മനസ്സിലായില്ലേ? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ കിട്ടും. അല്ലെ പൊതുവെ പറഞ്ഞാൽ അവസാനം ഏതിലേക്കാണ് എത്തിച്ചേരുന്നത്? ഹരണ രീതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. മനസ്സിലായില്ലേ? 8ന്റെ എത്ര മടങ്ങാണ് 40 ചോദിച്ചത്? എന്താ ചെയ്യുന്നത് ഇവിടെ? 40 ഹരിക്കണം 8 തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5 മടങ്ങ് കിട്ടും. ഇല്ലെങ്കിൽ എന്താ വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഏകദേശം എല്ലാ രീതിയിലും ഇവിടെ കഴിഞ്ഞു അല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 8ന്റെ 5 മടങ്ങ് എത്രയാണ്? അല്ലെ 8ന്റെ 5 മടങ്ങ് എത്രയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 8ന്റെ 5 മടങ്ങ് എത്രയാണെന്ന് എന്താ അർത്ഥം? നോക്കേ, 8 ഗുണിക്കണം 5. ഞാൻ പറഞ്ഞിട്ടുണ്ട് മടങ്ങ്. 8ന്റെ 5 മടങ്ങ് എത്ര? അല്ലെങ്കിൽ 6ന്റെ 5 മടങ്ങ് എത്ര? ഇങ്ങനെ മടങ്ങ് വെച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഇല്ലെങ്കിൽ 8ന്റെ എത്ര മടങ്ങാണ്? ഇവിടെ മടങ്ങ് കാണാനായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? മടങ്ങാണ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഹരിക്കണം. മനസ്സിലായില്ലേ? 2 വീതം ഉണ്ട്. ഒന്നെന്താ? ഒന്നെന്ന് പറയുന്നത് 8ന്റെ 5 മടങ്ങ് അല്ലെ 8ന്റെ 5 മടങ്ങ് എത്രയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 8 ഗുണിക്കണം 5 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 8ന്റെ എത്ര മടങ്ങാണ് 40 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? കണ്ടോ? 2 വ്യത്യാസം കണ്ടോ? 8ന്റെ 5 മടങ്ങ് എത്രയാണെന്ന് ചോദിച്ചാൽ 8നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റു ക്വസ്റ്റ്യൻ എന്താണ്? 8ന്റെ എത്ര മടങ്ങാണ് 40 എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 40നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതേ രീതിയിൽ നമുക്ക് എഴുതി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 48 കിലോഗ്രാം അരി 6 പേർ ഒരുപോലെ വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? അല്ലേ ക്വസ്റ്റ്യൻ? 48 കിലോഗ്രാം അരി 6 പേർക്ക് തുല്യമായി വീതിച്ചു. അല്ലേ? ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? അല്ലേ? എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട് അല്ലേ? നോക്കിയേ അല്ലേ? 6 ആൾക്കാരുണ്ട്. 6 ആളുകൾക്ക് എത്ര കിലോഗ്രാം അരി വീതിക്കണം? 48 കിലോഗ്രാം വീതിക്കണം. നോക്കിയേ, 48നെ ഒരേപോലെയുള്ള 6 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? അല്ലേ? അപ്പൊ 48നെ ഒരേപോലെയുള്ള 6 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? നമുക്ക് ആദ്യം ഓരോരോ കിലോഗ്രാം വെച്ച് കൊടുത്താലോ? നോക്കിയേ, ഓരോന്ന് വീതം കൊടുത്താൽ അല്ലേ? അപ്പൊ 6ന്റെ ഒരു മടങ്ങ് എത്രയായിരിക്കും? 6 ഗുണിക്കണം 1. അപ്പൊ എത്രയാ? 6 അല്ലേ? ഓരോരാൾക്ക് ഓരോരോ കിലോഗ്രാം കിട്ടി. ഇനി 2 വീതം വെച്ച് കൊടുത്താലോ? 2 വീതം വെച്ച് കൊടുത്തു അല്ലേ? അപ്പൊ ഓരോരാൾക്ക് എത്ര വീതം കിട്ടി? നോക്കിയേ, 2 കിലോഗ്രാം വീതം കിട്ടി. ഇനിയോ നോക്കി എത്ര കിലോഗ്രാം ടോട്ടലായി?
1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ? അപ്പൊ 6ന്റെ ഒരു വീതമാണെങ്കിൽ എന്താ 6ന്റെ ഒരു മടങ്ങ് അല്ലേ? എത്രയാണ്? ഒരു 6ന്റെ ഒരു മടങ്ങ് 6. 6ന്റെ 2 മടങ്ങ് എത്രയാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മടങ്ങ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. 6ന്റെ 2 മടങ്ങ് പറയുമ്പോൾ 12. അടുത്തത് എത്രയാ? 6ന്റെ 3 മടങ്ങ് അല്ലേ? നോക്കിയേ, ഓരോരാൾക്കും 3 കിലോഗ്രാം വീതം കൊടുത്തു അല്ലേ? 6ന്റെ 3 മടങ്ങ് എത്രയാണ്? 18 അല്ലേ? 6ന്റെ ഇനി 4 മടങ്ങ് ഓരോരാൾക്കും 4 കിലോഗ്രാം വെച്ചിട്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഓരോരാൾക്കും 4 കിലോഗ്രാം വെച്ച് കൊടുത്തു. ഇപ്പൊ എത്രയാ? 6 ഗുണിക്കണം 4 എത്രയാ? 6 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 24. അപ്പൊ ടോട്ടൽ എത്ര കിലോഗ്രാം ആയി? ഇപ്പൊ 24 കിലോഗ്രാം ആയി. ഇനി ആദ്യം എത്ര കൊടുത്തു? 5 കിലോഗ്രാം വെച്ചിട്ട് കൊടുത്തു. ഓക്കെ, 5 കിലോഗ്രാം വെച്ച് കൊടുത്തു. അപ്പൊ ഓരോരാൾക്കും എത്ര കിട്ടി? 5 കിലോഗ്രാം വീതം കിട്ടി. അപ്പൊ ടോട്ടൽ എത്രയായി? 5 ഗുണിക്കണം 6 അല്ലേ? അല്ലെങ്കിൽ 6 ഗുണിക്കണം 5 അല്ലേ? 6 ഗുണിക്കണം 5 അല്ലെങ്കിൽ 6ന്റെ 5 മടങ്ങ് എത്രയാ? 30. ഇപ്പൊ 30 ആയി. നമുക്ക് എത്രയാ കിട്ടേണ്ടത്? 48 അല്ലേ? ഇനി നോക്കിയേ, ഓരോരാൾക്കും എന്ത് ചെയ്തു? 6 വീതം കൊടുത്തു അല്ലേ? അപ്പൊ എത്ര കിട്ടി? 6 ഗുണിക്കണം 6 എത്രയാ? ഗുണനം പഠിച്ചിരിക്കണം. 6 ഗുണിക്കണം 6 36. ഇപ്പൊ 36 കിലോനായി. ഇനി ആദ്യേ അല്ലേ? നോക്കിയേ, 7 വെച്ച് കൊടുത്തു. അപ്പൊ 6 ഗുണിക്കണം 7 എന്ന് പറഞ്ഞാല് 42 കിലോനായി അല്ലേ? ആദ്യേ കൊടുത്തു. നമുക്ക് 48 ആവണ്ടേ? ആദ്യേ കൊടുത്തു. ഓക്കെ, ഇപ്പൊ എത്രയായി? 6 ഗുണിക്കണം 8 അല്ലേ? ഓരോരാൾക്ക് എത്ര വീതം കിട്ടി അല്ലേ? 8 കിലോഗ്രാം വീതം കിട്ടി. എത്ര ആളുകളുണ്ട്? 6 ആളുകളുണ്ട് അല്ലേ? 1 2 3 4 5 6 ആളുകളുണ്ട്. ഒരാൾക്ക് എത്ര കിലോഗ്രാം വീതം കിട്ടി? 8 കിലോഗ്രാം വീതം കിട്ടി അല്ലേ? അപ്പൊ 6 ഗുണിക്കണം 8 എത്രയാണ്? 6 ഗുണിക്കണം 8 48. 6 ഗുണിക്കണം 8 എത്രയാണ്? 48. അപ്പൊ നോക്കിയേ, 48നെ ഒരേപോലെയുള്ള 6 ഭാഗങ്ങളാക്കിയാൽ ഓരോ ഭാഗവും എത്രയാണ്? ഓരോ ഭാഗവും എത്രയാണ്? ഓക്കെ, 8 കിലോഗ്രാം. ഒരാൾക്ക് എത്ര വീതം കിട്ടി? 8 കിലോഗ്രാം വീതം കിട്ടി. ഇവിടെ നോക്കേ, 48നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? ഓക്കെ, 48നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? നോക്കേ, 6ന്റെ ഗുണനത്തിൽ 48 വരുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ? 1 6, 2 12, 3 18, 4 24, 5 30, 6 36, 7 42, 8 48 അല്ലേ? 8 നമുക്ക് 48 കിട്ടുന്നുണ്ട്. അപ്പൊ 8 ഗുണിക്കണം 6 എത്രയാ? 48. ഇനി എന്ത് ചെയ്യണം? കുറക്കണം അല്ലേ? 8 8 കുറച്ചാൽ 0, 4 4 കുറച്ചാൽ 0. ശിഷ്ടം അല്ലേ? 0 കിട്ടി. അപ്പൊ ഉത്തരം എത്രയാണ്? 8. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8 തന്നെയാണ് കിട്ടുന്നത്. അതേപോലെ 48നെ 6 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം തന്നെയായിരിക്കും 8 തന്നെയായിരിക്കും. പക്ഷെ ഇനി വ്യത്യസ്ത രീതിയിൽ പറയുന്നത് മാത്രം. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഈ രീതിയിൽ തന്നെ ചോദിക്കും. 48നെ അതേപോലെയുള്ള 6 ഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗം എത്രയാണ്? അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ 48നെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയും തരാം, 48 ഹരിക്കണം 6 സമം കണ്ടുപിടിക്കാനും വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. 48 കിലോഗ്രാം അരി 6 പേർ ഒരുപോലെ വീതിച്ചെടുത്തു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം കിട്ടി? അപ്പൊ എന്ത് ചെയ്യണം? 48നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 6ന്റെ എത്ര മടങ്ങാണ് 48 അല്ലേ? 6ന്റെ എത്ര മടങ്ങാണ് 48? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം ഏതോ ഒരു സംഖ്യയുടെ മടങ്ങെടുത്താൽ അത് നമുക്ക് 48 കിട്ടില്ലേ അല്ലേ? അതേപോലെ നോക്കിയേ, 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 48 കിട്ടുന്നത്? അതും ഇങ്ങനെ തന്നെ എഴുതുന്നത് അല്ലേ? 6നെ ഏതൊരു സംഖ്യ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം? 48 കിട്ടണം. ഇവിടെ നോക്കിയേ, അതേ നമ്മൾ കണക്ക് ഭാഷയിൽ എഴുതി. എങ്ങനെയാ? 6 ഗുണിക്കണം ഏതോ ഒരു സംഖ്യ അല്ലേ? ആ സംഖ്യയുടെ അല്ലേ? ആ സംഖ്യയോട് കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 48 കിട്ടും. 6ന്റെ എത്ര ഒരു മടങ്ങുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 48 കിട്ടും. ഇതിനെല്ലാം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? 48നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 48നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെയും ഇങ്ങനെ ചോദിച്ചത് എന്ത് ചെയ്യണം? 48നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വീതം വെക്കൽ അല്ലേ? ഒരു 10 മിഠായി ഉണ്ട്, 5 പേർക്ക് എത്ര, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ വീതം വെക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? ഹരിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഹരണക്രിയ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുണനം
നന്നായി പഠിച്ചിരിക്കണം. ഗുണനം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഗുണനമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഹരിക്കാൻ പറ്റില്ല. ഗുണനം തന്നെയാണ് ഇന്ന് ഹരണവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് തന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.